നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഹിരണ്യാക്ഷവധവും ഭൂദേവി മോചനവുമെന്ന 13-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. ശ്ലോകം ശ്രദ്ധിക്കുക പ്രിയമുള്ള പ്രേക്ഷകർ. ഭവച്ചക്രജ്യോതിഷ്ഖണലവനിപാതേന വിധുതേ തദോ മായാചക്രേ വിദധഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഭൃതിഭിഃ അഭിഷ്ഠന്തമസുരം കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഭവച്ചക്ര ജ്യോതിഷ്ഖണലവ നിപാതേന വിധുതേ തതഃ മായാചക്രേ വിദധഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിഃ മുഷ്ടിപ്രഹൃതിഭിഃ അഭിഘ്നന്തം അസുരം കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. തതഃ ഭവശ്ചക്ര ജ്യോതിഷ്ഖണലവ നിപാതേന മായാചക്രേ വിധുതേ സതി വിദധഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിഃ മുഷ്ടിപ്രഹൃതിഭിഃ അഭിഘ്നന്തം അസുരം കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. അങ്ങയുടെ സുദർശന ചക്രത്തിൻ്റെ ഒരംശം മാത്രം ഏറ്റതോടെ ഹിരണ്യാക്ഷൻ്റെ മായാചക്രം മുഴുവനും നശിച്ചു. ക്രോധാന്ധനായ ആ അസുരൻ ഭഗവാനെ തൻ്റെ മുഷ്ടികളാൽ അങ്ങയെ പ്രഹരിക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ കർണമൂലത്തിൽ ഭഗവാൻ തൻ്റെ പെരുവിരലിൻ്റെ ഒരറ്റം കൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.